ഈ നെയ്ച്ചോറിൻ്റെ ഫാൻ എങ്ങനെയാണ് ആയതെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ആക്ച്വലി ഇവിടെ തൃശ്ശൂർ വന്നതിന് ശേഷമാണ് ഞാൻ കൂടുതൽ നെയ്ച്ചോറ് കഴിക്കാൻ തുടങ്ങിയത്. അതിൽ തന്നെ പല വെറൈറ്റീസ് എങ്ങനെ ഇത് ബെറ്റർ ആക്കാമെന്ന് ഓരോ ദിവസം ഞാനിങ്ങനെ അന്വേഷിക്കാറുണ്ട്. ഇന്നത്തെ സ്പെഷ്യൽ അപ്പം തേങ്ങാപ്പാൽ വെച്ച് നെയ്ച്ചോറാണ്. ബൈ ദ ബൈ, ആക്ച്വലി ഈ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള മോസ്റ്റ് ഓഫ് ദി റെസിപ്പീസ് ഞാൻ ഉണ്ടാക്കി നോക്കാറില്ല. കാരണം ആ തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാട് കാരണം. പക്ഷേ എൻ്റെ സിസ്റ്ററായ അലി ഷിൻഡു പറഞ്ഞു തേങ്ങാപ്പാൽ ഒഴിച്ച് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കൂ, അടിപൊളിയാണ്, ബിഗ് ഫാൻ ആകുമെന്നൊക്കെ. സോ ഇന്ന് ഞാൻ അത് ട്രൈ ചെയ്തു. ആൻഡ് ആദ്യം തന്നെ പറയാലോ, ഇറ്റ് വാസ് സോ ഗുഡ് ഗൈസ്, ഇറ്റ് വാസ് സോ ഗുഡ്. വേറൊന്നുമില്ല, നമ്മൾ സാധാരണ നെയ്ച്ചോറിന് ഇപ്പോൾ 1 ഗ്ലാസ് അരി എടുക്കുകയാണെങ്കിൽ 2 ഗ്ലാസ് വെള്ളമല്ലേ ഒഴിക്കുന്നത്. അപ്പം അതിന് പകരം 1 ഗ്ലാസ് വെള്ളവും 1 ഗ്ലാസ് തേങ്ങാപ്പാൽ ഒഴിച്ചാൽ മതി. സംഭവം അടിപൊളിയാവും. ആദ്യത്തെ പ്രൊസീജിയേഴ്സ് ഒക്കെ നിങ്ങൾ കണ്ട പോലെ തന്നെ ചെയ്യുക. പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് തിളപ്പിച്ചതിന് ശേഷം നമ്മുടെ അരി അങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് അടച്ചു വെച്ച് അങ്ങോട്ട് വേവിക്കുമ്പോഴത്തേക്ക് നമ്മുടെ നെയ്ച്ചോറ് റെഡിയായി. പിന്നെ ആദ്യം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന സവോളയും അതേപോലെ കാഷ്യൂ നട്ട്സും മുന്തിരിങ്ങയും എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് അങ്ങോട്ട് അടച്ചു വെച്ചാൽ മതി കുറച്ച് നേരം. നല്ല ടേസ്റ്റ് ആട്ടോ. ഇന്നത്തെ നോമ്പ് തുറക്കിയ സ്പെഷ്യൽ നെയ്ച്ചോറും ചിക്കൻ കറിയും സാലഡും ഒക്കെ ആയിരുന്നു. ആ സാലഡോട് കൂട്ടി ഈ നെയ്ച്ചോറ് കഴിച്ചാലുണ്ടല്ലോ, എൻ്റെ അമ്മ എല്ലാവരും വലിയ ഫാനാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ട് പറയണേ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.